നമുക്ക് നീളമുള്ള എടുത്താ പോരെ. നീളമുള്ളതാണെങ്കിൽ നല്ലത്. പക്ഷെ ഇത് ഇവിടെ ഡിസ്പ്ലേ ഇല്ലല്ലോ. തന്നെ ഉണ്ട്, നല്ലതാണ് ജോണിയെ. ആ ബാസ്മതി സീബോ ബാസ്മതി നിങ്ങൾ ഈ കട ഏത് സമയത്ത് തുടങ്ങിയത്? ഞങ്ങള് ശരിക്കും പറഞ്ഞ 36 കൊല്ലായി. അല്ല അതെനിക്കറിയാം. ഞാൻ പറഞ്ഞത് ജയ എനിക്കറിയാലോ. ഞാൻ പണ്ട് ജയ്ഹിന്ദ് മാർക്കറ്റിൽ വരുമ്പോ നിങ്ങളെ കട കാണാറുള്ളതാണ്. പക്ഷെ അത് അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്നാ? ഇവിടെയാണോ ആദ്യം തുടങ്ങിയത്? ഇല്ല, അവിടെ എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ ആൽത്തറയില് കൂടണം. അവിടെയാണ് ഉണ്ടായിരുന്നത് വീട്. അപ്പൊ വീട് ഇവിടുന്ന് ഒല്ലൂരും ചേർത്തിനിടയിലായിട്ട് അടുത്ത ജോണിയായി കുറച്ചുകൂടെ അടുത്താ. ഇത് നോക്കിയെന്നല്ല ഇത് ബസ്മതിയാണല്ലോ അല്ലേ? നല്ല അരിയാ, നല്ല ഇതായിരിക്കും. ഇതുകൊണ്ടായിട്ട് വെച്ചോളൂ. ഇതിപ്പോ നിങ്ങൾ ഇവിടെ വിൽക്കണത് എല്ലാ കടയിലും ഉണ്ടല്ലോ. ഇവിടെ വിൽക്കുമ്പോ ലാഭമുണ്ടോ ആൾക്കാർക്ക് വാങ്ങാൻ? ഞങ്ങള് വാങ്ങണവർക്ക് ലാഭം അല്ല, ഡയറക്റ്റ് എടുക്കുന്നതല്ലേ. ഞങ്ങൾ ഡയറക്റ്റ് കമ്പനി വഴി എടുക്കുക. ഞങ്ങൾ ഇത്രയും കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അരികൾ കണ്ടറിയാം. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകം ഒട്ടി പിടിക്കുക, കുഴയെ എന്തോടെ ചെയ്യില്ല, ഏത് വെക്കാറിയാത്ത ആൾക്കും വെക്കാൻ പറ്റുന്ന അരികൾ അറിയാം. ഇത് എല്ലാവരോടും പറയണ അല്ല, അതെല്ലാവരും എല്ലാ കടയിലും പോയി കിട്ടില്ല. അങ്ങനെ ഈ പറഞ്ഞ പോലെ കുഴയില്ല എന്നൊക്കെ പറയാം. അല്ല, നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയി അരി മേടിക്കും, അത് വീട്ടിൽ കൊണ്ടായി ഉണ്ടാവും. ഏത് അവർക്ക് അവർക്ക് അരി വെക്കാന്നുള്ളത് നമുക്കത് പറ്റില്ലല്ലോ. നമ്മുടെ കടയിൽ വെക്കുമ്പോ നമ്മുടെ ജയ ബ്രാൻഡ് ഇങ്ങനെ വെക്കുമ്പോ അതൊരിക്കലും കംപ്ലൈന്റ് വരാൻ പാടില്ല. ബിരിയാണി അയാൾ വരുമ്പോ പറയാൻ പാടില്ല. വെക്കാറിയാത്ത ആളാണ് വരുന്നത്. അപ്പൊ അവര് മനസ്സിലായി. അപ്പൊ അവര് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരാൻ പാടില്ല. ഇതിപ്പോ പറഞ്ഞ ഈ അരി ബിരിയാണി വെച്ചാല് അധികം കൊടുന്നെ വെന്താകം വരില്ല. നല്ല അരിയാണ് അത് വെച്ചോ കേട്ടോ. അപ്പൊ അതിന്റെ സാധനങ്ങൾ എടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ വരുന്നത് ഞാൻ വിചാരിച്ചുള്ളത് അവിടെ നിന്ന് ഇതിങ്ങനെ വരണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കനിയെ പോയിട്ടുണ്ടായിരുന്നു. നൈറോബി പോയപ്പോ ഞാൻ കുറെ അണ്ടിപ്പരിപ്പ് മേടിച്ചു. കുറച്ച് നല്ല വരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ നിങ്ങൾ ശരിക്കും ഇവിടേക്ക് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നത്, ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെ അണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് തല്ലി നമുക്കിവിടെ പണിയായില്ലോ. സ്ത്രീകളും പുരുഷന്മാരൊക്കെ പണിയെടുക്കുന്നത് അങ്ങനെയാണ് എന്റെ പരിപാടി. ഇനിയൊരു ഞാൻ നിങ്ങളോട് ചോദിച്ചോടെ, ഞാൻ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ചാനലുകളിൽ കാണാറുണ്ട്. എന്താണ് ചാനൽ? എന്താണ് 13.8? അപ്പൊ നല്ല രസമായിട്ട് ഇതിങ്ങനെ കഥകള് പോലെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ബേസ് ആശയം? എന്താണ് നിങ്ങളുടെ ആശയം? ആശയമൊന്നുമില്ല, ഒരു സന്തോഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലേ. അല്ല, എന്തായാലും നമുക്കൊരു എനിക്കിപ്പോ എന്തൊരു വ്യക്തമായ ആശയമുണ്ട്. ആശയത്തിനനുസരിച്ചാണ് എന്റെ ജീവിതം പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ അന്തിമമായിട്ട് നമ്മൾക്ക് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആശയം പ്രചരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മളൊരു അജണ്ട ഒക്കെ വെച്ച് തയ്യാറാക്കി അങ്ങനെയൊന്നല്ല. നമ്മളെ കാര്യങ്ങളാണല്ലോ നമ്മൾ പുറത്തേക്ക് വരിക. അത് നമ്മുടെ ഉള്ളിൽ വേറെ ഒന്ന് വെച്ച് നമ്മൾ പുറത്തേക്ക് പറയില്ല. നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങളെ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ നമ്മള് ഓരോ വീഡിയോ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വീഡിയോകൾ കാണുമ്പോഴേ. അപ്പൊ നിങ്ങളൊരു എന്താ പറയാ, ഈ സ്വതന്ത്ര ചിന്ത എന്താണ് ബേസിക് ആയിട്ടൊരു നിരീശ്വരവാദ രീതിയിലാണ് നിരീശ്വരവാദം. അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയുള്ളൂ. നിരീശ്വരവാദം എത്തിസ്റ്റാണ് നമ്മൾ പ്രധാന എത്തിസ്റ്റാണ്. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇല്ലില്ല, അത് കറക്റ്റാണ്. നമ്മുടെ നമ്മുടെ കൂടുതൽ നമുക്ക് താല്പര്യം ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഫിലോസഫിക്കാണ് താല്പര്യം എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ നമ്മൾ പിന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് സംഭവിച്ചുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോ ഭയങ്കര രസകരമായിട്ട് അത് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നന്നായിട്ട് കാണാറുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇന്നും അതൊക്കെ കാണാണ്. അന്ന് സംഭവിച്ച പല കാര്യങ്ങളും ഇന്നും കാണണം. അപ്പൊ അത് കാണുമ്പോ കൊണ്ടുതന്നെ നമുക്ക് പറയാം, ഇതൊക്കെ ആ കാലങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒരു കൗതുകം, അതൊരു കൗതുകമാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോ ഈ സബ്ജക്റ്റുകൾ ഇഷ്ടമാവണമെന്നില്ല. എനിക്ക് ഹിസ്റ്ററിയോട് ഭയങ്കര ഒരു താല്പര്യം. ചില ആൾക്കാർക്ക് ഹിസ്റ്ററി താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സാമൂഹിക പാഠം പഠിക്കാത്തവരുണ്ട്. എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നത്. എന്റെ ഒരു കഥയിലൊരു സംഭവം പറയണ, ഈ ഞാൻ ഈ 10ാം ക്ലാസ്സില് 210 മാർക്ക് പഠിച്ച് പാസ്സായിട്ടുള്ള ആളാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് എനിക്ക് എന്താ പറയാ 50ല് 52 മാർക്ക് അല്ല, സോഷ്യൽ സ്റ്റഡീസിലെ ഹിസ്റ്ററിയില് അതില് ഞാൻ കൂടുതലുണ്ടായിരുന്നു. 50ല് 52 മാർക്ക് കിട്ടുന്ന ആളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കാത്ത പാഠത്തിന് എല്ലാത്തിന്റെയും ഉത്തരം എഴുതി ഞാൻ. എല്ലാ പിള്ളേർക്കും അങ്ങനത്തെ ഒരാളായിരുന്നു. ഹിസ്റ്ററി ഭയങ്കര താല്പര്യം, ചില ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമില്ല, കുറെ വായിക്കാണ്ടെന്ന് പറയും. പക്ഷെ അവർക്ക് ഹിസ്റ്ററി കേൾക്കാനൊക്കെ ഇഷ്ടമായി. അങ്ങനെ വരുമല്ലോ, അങ്ങനെയും വരും.
അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ കവിത നമ്മൾ സ്കൂളുകളിലുള്ള കാലത്ത് നമുക്ക് പഠിച്ചത് കാണാപ്പാഠം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് കവിത കാസറ്റിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും. അതേപോലെ അതുപോലെ നമ്മൾ ചരിത്രം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം. അഞ്ചോ ഒരു 10,000 പേര് കേൾക്കാന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മള് ഇവിടെ വീഡിയോ ചെയ്യാൻ നമ്മള് ചെറുപ്പം തൊട്ടങ്ങനെ രാഷ്ട്രീയം, മതം, സ്പോർട്സ്, സിനിമ, മനഃശാസ്ത്രം, ദൈവശാസ്ത്രം, പിന്നെ ഏത് വിഷയമാണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ സെയിൽസ്മാൻ ആണല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ഓരോ കടക്കാരും ഓരോ ടേസ്റ്റാ. ഇപ്പൊ ജയബേക്കറിക്കാരൻ സ്പോർട്സ് ആണ്, അപ്പുറത്തെ ആള് അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ടേസ്റ്റ് ആക്കി ഇപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ കടയിൽ വരുമ്പോ ഓരോ വിഷയം ചോദിക്കുമ്പോ ഓരോ വിഷയം പറയും. അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ വന്നപ്പോ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ചോദ്യം ചെയ്യുമ്പോ എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാന്നുള്ള ഏത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയമാണ് സാമുദ്രിക ദർശനം. അപ്പൊ നിങ്ങള് ഇന്ന് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് മോഹൻലാല് വിസ്മയ മോഹൻലാലിനെ പറ്റി. അപ്പൊ അതില് നമ്മളൊരു വീഡിയോ ഇട്ടുന്നതിനെ പറ്റി അത് കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇത് വരാറുണ്ട്. അപ്പൊ ഞാന് എന്താ ചെയ്യാ, ഞാൻ ഇത് വെച്ചാല് അപ്പോ ആളെ നെറ്റി ആദ്യത്തെ 25 കൊല്ലം, പിന്നത്തെ 25 കൊല്ലം, പിന്നത്തെ അങ്ങനെ കണക്കുണ്ട്. അത് നോക്കുമ്പോ ആൾക്ക് ഭയങ്കര സ്കോപ്പാണ്. അപ്പൊ നമ്മളെ പടം നോണതിന് മുന്നേ വീഡിയോ ഇറക്കിണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നു ഒരാളെ കണ്ടിട്ട് ഇന്ന വരി. അതുകൊണ്ട് കണ്ടവന ആളിങ്ങനെ കൗതുകത്തിന് വരും. ഈ പ്രഡിക്ഷൻ എങ്ങനെയാണ്? അത് നമ്മള് സാമ്പത്തികമായിട്ട് സെറ്റപ്പ് ആവുന്ന ആളുകൾക്കൊരു ചായ ഉണ്ട്. മൂക്ക്, നെറ്റി, താടി. ഇപ്പൊ മോഹൻലാലിന്റെ തല, രജനീകാന്തിന്റെ ഒക്കെ ഷേപ്പ് ഇപ്പോഴും നോക്കിയിട്ട് തലയുടെ വലുപ്പം, VS അച്യുതാനന്ദന്റെ തല, പ്രണവ് മുഖർജി. പിന്നെ നമ്മള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ നോക്കുക, സമ്പന്നരായ ആളുകളെ വാച്ച് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മള് പണിക്കാർ വരുന്നവരും അങ്ങനെ ഓരോരുത്തർ വാച്ച് ചെയ്യുമ്പോൾ ഓരോരോ ഇപ്പൊ സിനിമാടന്മാര് സിനിമയിൽ കയറുന്ന സമയത്തുള്ള മുഖം പിന്നീട് ഓരോ 10 കൊല്ലം കഴിയുമ്പോൾ അവരുടെ മുഖത്തിന് മാറ്റം, ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരുന്നു. ഇപ്പൊ ഇന്ദ്രൻസ് ഒരു കൊടക്കമ്പി പോലെ ഇന്ദ്രൻസ് ആയിരുന്നു. പക്ഷെ ഇന്ദ്രൻസിന് ഇപ്പൊ നോക്കിയാൽ ഭയങ്കര. അപ്പൊ ഇതിനനുസരിച്ച് ചേഞ്ച് വരുന്നു. അപ്പൊ ഇത് നമ്മളിങ്ങനെ വാച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ അതന്നെ ഇങ്ങനെ 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 പറയും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഏകദേശം എത്ര ശതമാനം അതില് അത് 100% ശരിയാവും. ഇത് തമാശയില്ലെന്ന്. ഇത് കേക്ക് ഇവിടെ വരുന്ന നമ്മുടെ കടയിൽ വരുന്ന ഒരു 90% ആളില്ലേ വർത്താനം പറയാൻ തന്നെ ആളുള്ള ഈ കാര്യങ്ങൾ ഇങ്ങനെ അവര് വർത്താനം പറയാൻ വരുമ്പോ വിശേഷം പറയുമ്പോ എന്തെങ്കിലും സാധനം അവര് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, വന്നു സാധനം മേടിച്ചു. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്ന അറിയാം, എപ്പോഴേലും മേടിക്കാൻ തോന്നുന്ന നിങ്ങളുടെ തന്നെ വരും. എന്തെങ്കിലും പിന്നെ എന്തായാലും ഒന്ന് ചോദിക്കാലോ ചോദിക്കുക, ആ ചോദിക്കും. അപ്പൊ നിങ്ങൾ പിന്നെ വരും, സംശയമാണ്, വീണ്ടും വരും. ഇങ്ങനെ 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 ഇതാണ് നമ്മുടെ. ഇങ്ങനെയാണ് നമ്മളിപ്പോ 36 കൊല്ലമായിട്ട് നിലനിൽക്കല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയില് 5 കൊല്ലം കഴിയുമ്പോ ബോർഡ് മാറി റീറ്റെയിൽ ആയിട്ടുള്ള കച്ചവടം തന്നെയാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട്. റീറ്റെയിൽ കൂടുതല്, ഹോൾസെയില് പരമാവധി കാര്യമില്ല, മുന്നോട്ട് പോണില്ല. എല്ലാ സ്ഥാപനങ്ങളും തൃശ്ശൂര് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുകൾക്കൊക്കെ മെച്ചാണ് ഹോൾസെയിൽ ആവുമ്പോ. മേടിക്കാം. പിന്നെ ഇപ്പോഴത്തെ നമ്മളെ ഇപ്പൊ ഒരു 5 വർഷമായിട്ടുള്ള സ്ഥിതി GST പല പല വിഷയങ്ങൾ വന്നപ്പോ സ്ഥാപനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചെലവ് ഭയങ്കര അധികമാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടാണെങ്കിൽ ഹോട്ടലാണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണ്, ഏത് കടയും നടത്തിക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ 5 കൊല്ലം കഴിയുമ്പോ കടകളുടെ ബോർഡ് മാറി പോവാണ്, ആരും ശ്രദ്ധിക്കില്ലേ. ഇപ്പൊ നമ്മൾ ഹൈ റോഡിൽ നോക്കിയാൽ ഓരോ കടയുടെ ബോർഡ് മാറിപ്പോയിട്ടു. എം റോഡ് നോക്കി 2-3 കട, റൗണ്ടിൽ നോക്കിയ 2-3 കടയുള്ളൂ. ബാക്കി ഒക്കെ മാറി, ബോർഡ് മാറിപ്പോണ്ട്, ആരും അറിയില്ല. ആളുകൾ ധാരണ ആ കട കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഫാഷൻ ഫാബ്രിക്സ് കട മാറി, ആള് മാറി. ഇതുപോലെ കംപ്ലീറ്റ് സ്ഥാപനങ്ങൾ ഇങ്ങനെ പോവാണ്. അപൂർവത്തില് സ്ഥാപനങ്ങൾ 25-30 കൊല്ലൊക്കെ കയറി വരുന്നുള്ളൂ. പക്ഷെ ആർക്കും ഇത് അറിയില്ല എന്ന് മാത്രം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് നിങ്ങളെ MG റോഡിന്റെ മുമ്പിൽ ഞാൻ നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞ എത്ര ശരിയാണ്, ഒരു കട ഉണ്ടാവില്ല, 1-2 കടകള്. അതെന്തറിയാ, അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ പാരമ്പര്യ ഗുണം കൊണ്ടും മറ്റു പല ഘടകം കൊണ്ടും നിങ്ങൾ പറഞ്ഞ പോലെ 36 കൊല്ലായി. ഇനി നമ്മള് നമ്മളെ ഒരു ഏജ് വരെ ഒരു പക്ഷെ പിടിച്ചു നിൽക്കാം. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് സംഗതി പോയിണ്ടാവും. കംപ്ലീറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, ഓരോരോ വിഷയങ്ങൾ വന്നിട്ട്. ഈ GST തന്നെ വന്നതിന് ശേഷം എല്ലാ 90% സാധനങ്ങളും കടത്തില് പോകണം. നമ്മളിപ്പോ കൊടുത്തോണ്ടിരുന്ന സാധനമല്ലേ, ചെലവ് വർദ്ധിച്ചു അവർക്ക്, സ്ഥാപനങ്ങൾക്ക് ചെലവ് വർദ്ധിക്കുകയാണ്. ഇത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാത്തൊരു സ്ഥിതി വരികയാണ് സ്ഥാപനങ്ങൾക്ക്. ഇത്തരം വിഷയമാണ്. ഇത് ആർക്കും അറിയില്ല. ഇത് ഈ കള്ളപ്പണം, ഹവാല പണം അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ
കേസുള്ള സാധനങ്ങളാണ് നടക്കുന്നത്.